ഒന്നിൽ കൂടുതൽ കേക്കിൻ്റെ ഓർഡറുകൾ വരുന്ന സമയത്ത് അതെങ്ങനെയാണ് വീട്ടിലെ കാര്യങ്ങളും ബാക്കി എല്ലാ കാര്യങ്ങളോടൊപ്പം തന്നെ ഒരു കേക്ക് എങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ കൂടുതൽ ഇപ്പോൾ ഈ ഒരു കാണിച്ച 3 കേക്ക് നമ്മളൊരു ദിവസം ചെയ്തതാണ്. അതിന് കൂടെ കപ്പ് കേക്ക്സ് ഒക്കെ ഉണ്ടേ. അപ്പോൾ അതെങ്ങനെയാണ് ഇത്ര ഫാസ്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്നത്, ഒരു ദിവസം തന്നെ ഇതെങ്ങനെയാണ് ഒരു 6 കിലോ കേക്ക് നമ്മൾ ഡെലിവർ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു വ്ളോഗായിട്ട് ചെയ്യാം. കാരണം ഞാനത് ഈ ഒരു വീഡിയോ എടുത്തതിന് ശേഷമാണ് കേട്ടോ ആ ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ വന്നത്. അവിടെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഓക്കെ, എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അതെന്താ ചെയ്യണ്ടേ, അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. നമ്മളിത് മുൻപ് ലൈവിൽ സംസാരിച്ച കാര്യമാണ്, എന്നിട്ടും കുറേ പേർക്ക് ഡൗട്ട് ഉള്ളതുകൊണ്ട് പറയാം. എനിക്കിപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന 3 കേക്കിൽ ഒരു കേക്കിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ തവണ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ള 2 കേക്കിൻ്റെ വീഡിയോസാണ് നിങ്ങൾ കാണുന്നുള്ളൂ, ഡിസൈൻ ചെയ്യുന്ന വീഡിയോസ്. ഡിസൈനിങ്ങും ഫ്രോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ അതവിടെ നിൽക്കട്ടെ. നമ്മൾ ഓൾറെഡി ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് അടിപൊളിയാക്കി സംഭവമൊക്കെ ആയതാണ്. ഇനിയിപ്പോൾ അത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പഞ്ച് നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇല്ലാതെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. സ്റ്റൗ ടോപ്പിലും ഓവനിലൊക്കെ ചെയ്യാൻ പറ്റും. 4 ലെയർ നല്ല സുഖമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേപോലെ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ കാര്യങ്ങൾ, പിന്നെ വരുന്നത് ഐസിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വീഡിയോസ്, ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങളത് കണ്ടു നോക്കും. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഒരു ഓർഡർ കിട്ടിയാൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് കേട്ടോ. ഇതിലിപ്പോൾ 3 ഓർഡർ 3 ടൈപ്പായിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു കേക്കിൻ്റെ ഓർഡർ വന്നിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവർക്കൊരു കേക്ക് വേണം. ഏകദേശം ഒരു 1.5 കിലോ 2 കിലോൻ്റെ അടുത്ത് മതി. അത് ടയർ കേക്കോ, അവർക്ക് പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നുമില്ല. ഇന്നത് വേണം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡിസൈൻ വേണം, ഒന്നുമില്ല. അത് ഒന്നാമത് നമ്മളോടുള്ള ട്രസ്റ്റാണ് കേട്ടോ. നമ്മൾ ചെയ്താൽ പൊളിയായിരിക്കും എന്നുള്ള അവരൊരു തെറ്റിദ്ധാരണയായിരിക്കും അല്ലേ, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞത് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോ, കുഴപ്പമില്ല. ഒരു വാനില വൈറ്റ് ഫോറസ്റ്റ് ആ ഒരു ഫ്ലേവറിലൊക്കെ വരുന്ന സാധനം മതി. അതായത് വൈറ്റ് സ്പഞ്ച് മതി. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അത് പിന്നെ കളറ് പ്രത്യേകിച്ച് ഇന്ന് വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു മോളെ ഡ്രസ്സ് ഏതാ? ആ പിങ്ക് ഡ്രസ്സാണ്. ഓക്കെ, അപ്പോൾ പിങ്ക് വൈറ്റ് അത് നമ്മളെ മനസ്സിലുണ്ട്. പിന്നെ ഈ ഒരു KG എത്ര കിലോ കേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അത് ഹൈറ്റ് കേക്ക് ആക്കുക, ടയർ കേക്ക് ആക്കുക, അതൊക്കെ നമുക്ക് വിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഓർഡർ കിട്ടുന്നേരം നമ്മൾ ആ ഒരു ബഡ്ജറ്റിൽ വരുന്ന ബഡ്ജറ്റും കൂടെ ചോദിക്കുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇത്ര പൈസ വരെ നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടെ ചോദിക്കണം. കാരണം പ്രത്യേകിച്ച് കസ്റ്റമൈസ്ഡ് ഡിസൈൻ അവർ തരാത്ത കാരണം നമ്മളിവിടുന്ന് സംഭവമായിട്ട് ഫോണ്ടൻ്റ് വർക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ടോപ്പറൊക്കെ കൂടുതൽ വെച്ച് കഴിഞ്ഞിട്ട് അവർക്ക് കൊടുക്കുന്ന സമയത്ത് അവർ ഞെട്ടിപ്പോവും. കാരണം അത്രയും പൈസ ചിലപ്പോൾ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. ഡിസൈൻ നമ്മളെ കയ്യിൽ നിന്നിടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് കേട്ടോ. അവരോട് ഏകദേശം ഈ ഒരു കേക്കിന് വേണ്ടി നിങ്ങൾ ചിലവാക്കാൻ ഉദ്ദേശിക്കുന്ന പൈസ എത്രയാണെന്നൊന്ന് അറിഞ്ഞിരിക്കുക. അങ്ങനെയാണ് ഈ കേക്ക് ചെയ്തത്. അപ്പോൾ താഴെ 7 ഇഞ്ചും മേലെ 5 ഇഞ്ചിലും ചെയ്തിട്ട് സിമ്പിൾ ഡിസൈൻ മതി കേട്ടോ. അവർക്ക് ഭയങ്കര ഷോ കാണിക്കുക അതൊന്നുമല്ല, സിമ്പിൾ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഫോണ്ടൻ കട്ടറിൻ്റെ മുകളിൽ വെച്ചിട്ട് അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും കേട്ടോ. ഒരു സിമ്പിളായിട്ടൊരു കേക്ക് ഉണ്ടാക്കി അതിന് മുകളിലൊരു ടോപ്പർ വെച്ച് കൊടുത്തു. അത് ടോട്ടൽ 1250 രൂപയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അതെന്ത് ഒരു കേക്കിന് എങ്ങനെ റേറ്റ് ഇടണം എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അത് ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം അത്രയും നമുക്ക് ടൈമുള്ളൂ. ഈ വീഡിയോൻ്റെ ലെങ്ത്ത് അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരാൾ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് കേക്കിന് ഓർഡർ തന്ന സമയത്ത് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവർക്കും അതേപോലെ പ്രത്യേകിച്ച് ഫ്ലേവറൊന്നുമില്ല. നമ്മളെ വിശ്വസ്തൻ, അടുത്ത വിശ്വസ്തനായ കസ്റ്റമർ ഡിസൈനും കാര്യങ്ങളൊക്കെ ചേച്ചി ഇഷ്ടമുള്ള പോലെ ചെയ്ത് ചേച്ചിയെ ഒരു പ്രശ്നമില്ല. നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ 2 kgയിലാണ് കേക്ക് വേണ്ടത്. സ്കൈ ബ്ലൂ കളർ വേണം, കളർ അതായിരിക്കണം, അതവർക്ക് മസ്റ്റ്. അങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് ഓക്കെ, ഫ്ലേവർ നമുക്ക് സെലക്ട് ചെയ്യണം, ഡിസൈനും നമ്മൾ സെലക്ട് ചെയ്യണം, ഹൈറ്റാണോ ടയറാണോ അതൊക്കെ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ചോദിച്ചു ഓക്കെ നിങ്ങൾക്ക് ഇതല്ലേ വേണ്ടൂ, 2 kg കേക്ക് വേണം, സ്കൈ ബ്ലൂ, ഇതേ കണ്ടീഷനുള്ളൂ. ഓക്കെ നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ്? അപ്പോൾ പറഞ്ഞു 2000 വരെ പോവാം, ഒരു 2000 വരെ ബഡ്ജറ്റ് പോവാമെന്ന് പറഞ്ഞു. ഓക്കെ, സിമ്പിൾ. അപ്പോൾ ഞാൻ വേഗം എടുത്തിട്ട് കേക്കിൻ്റെ മെനു നോക്കും. ഒരു 2 kg എന്ന് പറയുന്ന സമയത്ത് ഒരു 1500 അടുത്ത് വരെയെങ്കിലും വരുന്ന നല്ല ഫ്ലേവർ വരും. അതായത് 2 കിലോയിൽ ചെയ്യുമ്പം ആ ഒരു പൈസേനടുത്ത് വരുന്ന ഒരു ഫ്ലേവർ ആദ്യം സെലക്ട് ചെയ്തു. പക്ഷേ ബാക്കി 500 നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ടോപ്പർ, അതിൻ്റെ ഡിസൈന്, കാര്യങ്ങൾ, ബോക്സ്, ഡെലിവറി എല്ലാം നോക്കണമല്ലോ.
അപ്പോൾ 1500 വരെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് ഞാനൊരു ഹൈറ്റ് കേക്ക് ചെയ്യാനാണ് തീരുമാനിച്ചത്. ഡിസൈൻ നമുക്ക് ചുറ്റി വളഞ്ഞ് വന്നതാണെന്ന് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടല്ലോ. അപ്പോൾ സ്കൈ ബ്ലൂവിൽ ആ ഒരു ഡിസൈൻ ചെയ്തു. അത് 1900 ആണ് കേട്ടോ റേറ്റ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് വന്നിട്ടുള്ളത് മൂന്നാമത്തെ ഒരു ഓർഡർ. അത് നമ്മൾ ചെയ്യുന്നത് ഫ്രീ കേക്കാണ് കേട്ടോ. ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. അതായത് ഏട്ടൻ്റെ ഷോപ്പിലുള്ള സ്റ്റാഫിൻ്റെ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ. അപ്പോൾ അവർക്കും ഡിസൈൻ എന്ന് വെച്ചാൽ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. നമ്മൾ എത്ര നമ്മളെ വക കൊടുക്കുക എന്ന് പറഞ്ഞാലും അവർക്കൊരു ഡ്രീം ഉണ്ടാവില്ലേ, അവരെ കുഞ്ഞിൻ്റെ പിറന്നാളല്ലേ, അവർക്കൊരു ഇഷ്ടമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ വകയാണെന്ന് അവർക്ക് അറിയാം. പക്ഷേ അവരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറഞ്ഞോ, ഓപ്പണായിട്ട് പറഞ്ഞോ. കാരണം നമ്മൾ ഫ്രീ ആയിട്ട് തരിക എന്നുള്ള രീതിയിൽ അവർക്കിനി ഡിസൈൻ അയ്യോ അത് അവർക്ക് അങ്ങനത്തെ ചിന്തയൊന്നുമില്ല കേട്ടോ. മക്കളെ പിറന്നാൾ അത് അത്രയും ഭയങ്കര ഒരു സംഭവമായിരിക്കും, വെയിറ്റിംഗ് ആയിരിക്കും എല്ലാവർക്കും. അതുകൊണ്ട് അവർ നമുക്കൊരു ഡിസൈൻ അയച്ചു തന്നിട്ടുണ്ട്. 2 ടയറിൽ ഇതേപോലെ ഒരു ബ്ലൂ കളർ തീമിൽ വരുന്നൊരു കേക്കാണ് അവർ അയച്ചു തന്നത്. അതിൽ അവർ തന്നതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ സംഭവമായിട്ടോ തോന്നിയില്ല. കപ്പ് കേക്ക്സിൻ്റെതും അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർ തന്നിരിക്കുന്ന സെയിം ഡിസൈൻ, അവരതിലൊരു ഭയങ്കര ഭംഗി കണ്ടിട്ടായിരിക്കുമല്ലോ നമ്മളെ അടുത്ത് തന്നത്. നമ്മൾ കാണാത്ത എന്തോ ഭംഗി അവരെ കണ്ണിലുണ്ടാവും. അതുകൊണ്ട് അവർ തന്ന അതേ ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ എൻ്റേതായ നമ്മളെ കയ്യിൽ നിന്ന് കുറച്ചിടണമല്ലോ, അങ്ങനെ നമ്മളെ കയ്യിൽ നിന്ന് കുറച്ചൊക്കെ ഇട്ടിട്ടാണ് ആ ഒരു ഫസ്റ്റ് ബർത്ത്ഡേയുടെ നീലയും വെള്ളയും കൂടിയിട്ടുള്ള ബട്ടർഫ്ലൈസൊക്കെ ഉള്ളൊരു കേക്ക് നമ്മൾ ചെയ്തത്. അത് അവർ തന്ന ഡിസൈനാണ്. അതും ഈ പറഞ്ഞത് മാതിരി നമ്മൾ ബഡ്ജറ്റ് നോക്കിയിട്ടില്ല കേട്ടോ. അത് ബഡ്ജറ്റ് നോക്കാതെ അങ്ങ് ചുമ്മാ ചെയ്തതാണ്. വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന കേക്ക് ഫ്രീ ആണെങ്കിൽ അതിൽ ബഡ്ജറ്റ് നോക്കിയിട്ട് മാക്സിമം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള അങ്ങനെയൊന്നും ചിന്തിക്കില്ല. എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നൊരു കാര്യം, ഫ്രീ ആയിട്ടൊരു കേക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ടേസ്റ്റുള്ള കേക്ക് കൊടുക്കണം. അതിൽ കോംപ്രമൈസ് ചെയ്യരുത്. കാരണം ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യത്തിനെ എപ്പോഴും ആൾക്കാർ നല്ലതാണ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയുള്ളൂ. ഇത് അവർക്കൊരു സന്തോഷമായിരിക്കും. വെച്ചാൽ ഇത് അവർ തന്നല്ലോ എന്നുള്ളൊരു സ്നേഹത്തോടെയാണ് അവരത് കഴിക്കുക. അപ്പോൾ അത് അടിപൊളിയാണെങ്കിലല്ലേ അവരെ മനസ്സിൽ നിന്ന് അത് മായൂല, അതെപ്പോഴും അവരെ മെമ്മറിയിലുണ്ടാവും. അതേപോലെ ഞാൻ ഇവർ ഭയങ്കര റിവ്യൂ ആണ് കേട്ടോ കിട്ടിയത്. നല്ല അവർക്ക് ആ കേക്കിനോടുള്ള സ്നേഹമാണ്, ഇഷ്ടമല്ല സ്നേഹം തന്നെ പറയണം. അപ്പോൾ ഈ കേക്ക് കേട്ടോ, ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കേക്കിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അവിടെ നിന്ന് കുറേ പേര് അന്വേഷിച്ചു എന്ന്, നമ്മൾ ഇതാരാ ചെയ്തത് എന്നൊക്കെ അവരുടെ അടുത്ത് കുറേ ആൾക്കാർ വന്ന് ചോദിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് നമ്മൾ ആ ഒരു ഇൻറ്റൻഷൻ, നമ്മളെ ഉള്ളിലുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ഇത് കൊടുക്കുന്ന സമയത്തുള്ള ആ സന്തോഷവും ആ ഒരു സന്തോഷത്തോടു കൂടി തന്നെ ഈ കേക്ക് ഉണ്ടാക്കണം. അത് അവർക്ക് കിട്ടും, അതവിടെ വരും കേട്ടോ, അത് ഉറപ്പാണ്. നമ്മളെ മനസ്സിൽ എന്ത് ചിന്തിച്ചാണോ കേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താണോ മനസ്സിൽ കാണുന്നത് അതിൻ്റെ ഔട്ട്പുട്ടാണ് നമുക്ക് തിരിച്ചിങ്ങോട്ട് കിട്ടുക. ഒരു മാഗ്നറ്റായിട്ട് വിചാരിച്ചാൽ മതി. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഉണ്ടാക്കിയത്. കാരണം ഇത് ഞാൻ കൊടുക്കുന്നത്, അവർ കഴിക്കുന്നത്, അവർക്ക് ഭയങ്കര സർപ്രൈസ് ആവുന്നത്, ഇതൊക്കെയാണ് ഞാൻ മനസ്സിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ അത് അവർക്കും ഫീൽ ചെയ്തിരിക്കും. അതൊരു പ്രകൃതിൻ്റെ എന്തോ ഒരു മാജിക്കാണ്, അതവിടെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ കൊടുത്ത മറ്റ് 2 കേക്ക്സിനേക്കാൾ നല്ല റിവ്യൂ കിട്ടിയത് ഈ ഒരു കേക്ക് എന്നാണ് കേട്ടോ. അതും ആ കേക്കിൻ്റെ അവർ തന്ന റിവ്യൂ ആണെങ്കിൽ വിചാരിക്കാൻ നമ്മൾ വെറുതെ കൊടുത്തോണ്ട് നമ്മളെ സൂചിപ്പിക്കാൻ പറഞ്ഞത്, അങ്ങനെയല്ല കേട്ടോ. അവിടെ ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ആൾക്കാരും കൂടെ പറയുമ്പോഴാണ് നമുക്കത് കറക്റ്റ് ശരിയാണല്ലേ. പക്ഷെ അവർക്കറിയില്ലത് നമ്മൾ ഫ്രീ കൊടുത്തതാണെന്നൊന്നും വേറൊരാൾക്കും അറിയില്ല. അപ്പോൾ അവർ അതിൽ നിന്ന് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് ശരിയാണല്ലോ. ഇനിയിപ്പം A to Z കണ്ടീഷൻസ് വെച്ചിട്ട് കിട്ടുന്ന കേക്കുകളുണ്ടാവും, കൃത്യമായിട്ട് ഇന്നത് ഇതുപോലെ വേണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ഇതിൻ്റെ ബഡ്ജറ്റ് എത്രയാണെന്ന് ചോദിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് കൂട്ടിയിട്ട് പറയണം കേട്ടോ. അതൊരു കരുതലെടുത്ത് വെക്കുകയാണ് നമ്മൾ അഡ്വാൻസ്ഡായിട്ട്. എന്നിട്ട് അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ കേക്കിന് ഇത്രയേ ആയിട്ടുള്ളൂ. ഇപ്പോൾ 2500 പറഞ്ഞൊരു കേക്കിന് സോറി ചേട്ടാ ഇതിനിപ്പം പൈസ വാങ്ങിക്കുന്ന സമയത്ത് 2500 ആയിട്ടില്ല, അവർ 2100 അല്ലെങ്കിൽ 2300 എന്നൊക്കെ പറയുമ്പോൾ അവർ ഹാപ്പി ആയിരിക്കും. ഇവർ കേക്ക് വാങ്ങുമ്പോഴേ ഒരു ജഡ്ജ് ചെയ്യാനുള്ള ഒരു ഉദ്ദേശത്തിൽ വാങ്ങിക്കരുത്, അതിന് വേണ്ടി പറഞ്ഞതാണേ.